ബിനു, നമ്മൾ ഇന്ന് കണ്ട റൈറ്റ് MCA പേഷ്യന്റ് ഇല്ലേ, ആൾക്ക് ഒരു ഫ്ലെക്സർ സിനർജി പാറ്റേൺസ് കാണിക്കുന്നുണ്ടായില്ലേ? അതിന്റെ കാരണം എന്താ? എന്തുകൊണ്ട് അങ്ങനെ സിനർജി പാറ്റേൺസ് കാണിക്കുന്നത്? ഇപ്പം സിനർജി പാറ്റേണിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ് ശരിക്കും പറയുന്ന ഫ്ലെക്ഷൻ സിനർജിക്ക് കാരണമാവുന്നത്. എന്തുകൊണ്ട് അതിന് ഡാമേജ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നീ തന്നെ പറഞ്ഞു, അത് റൈറ്റ് MCA സ്ട്രോക്ക് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണ് നമ്മുടെ എന്താ പറയാ പ്രൈമറി മോട്ടാർ ഏരിയനെ അതുപോലെ തന്നെ ഇന്റർണൽ ക്യാപ്സുലിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിലുണ്ടാകുന്ന ഏതൊരു ഡാമേജും കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിനെയും ബാധിക്കും. ഇങ്ങനെ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിന് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് അപ്പർ ലിംബിലെ ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യും. കാരണം CST അഥവാ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനിയിപ്പം CST ഡാമേജ്ഡ് ആണ്, അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രെയിൻ സ്റ്റെം പാത്വേസിനെ എന്താ പറയുക കൺട്രോൾ വരാൻ തുടങ്ങും. അപ്പൊ ഈ ബ്രെയിൻ സ്റ്റെം പാത്വേസ് ആണ് ഒന്ന് റെറ്റിക്കുലോ സ്പൈനലും രണ്ട് വെസ്റ്റിബുലോ സ്പൈനലും. ഈ രണ്ട് പാത്വേസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രോസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും എന്ന് പറയാൻ നമുക്ക് പേഷ്യന്റെ ബോഡിയിൽ കാണാൻ പറ്റുക. അപ്പൊ അവർ ഏതൊരു ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിച്ചാലും ഇത് ഫ്ലെക്ഷൻ സിനർജിയിലോട്ട് പോകും. ഇതാണ് ഈ പറയുന്ന സിനർജിനെ ട്രിഗർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ. ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സ്പൈനൽ റിഫ്ലെക്സ് ഡിസിൻഹിബിഷൻ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ സ്പൈനൽ ഇന്റർന്യൂറോണിന്റെ ഇൻഹിബിറ്ററി കൺട്രോൾ ലോസ്റ്റ് ആവും. ഇത് CST ഉള്ള സമയത്ത് ഉണ്ടാവില്ല, അത് കൺട്രോൾഡ് ആണ്. പക്ഷെ CSTക്ക് ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഹിബിഷൻ കംപ്ലീറ്റ് ലോസ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് എന്തിനു കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പർ റിഫ്ലെക്സ് ചെയ്യുക, അതുപോലെ തന്നെ ഈ മസിൽസിന്റെ കോൺട്രാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ജോയിന്റിലും ഈ പറയുന്ന സ്ട്രെച്ച് റിഫ്ലെക്സ് ട്രിഗർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പേഷ്യന്റ് ജസ്റ്റ് കൈ ഒന്ന് പൊക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കൂടെ എൽബോയും കൂടെ എന്തായി വരണേ ബെൻഡായി വരണേ. ഇതിന്റെ കാരണം സ്പൈനൽ റിഫ്ലെക്സിന്റെ ഡിസ്ഇൻഹിബിഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഫ്ലെക്ഷൻ സിനർജിക്ക് കാരണമാവുന്നത്.